സത്യഭാമ ടീച്ചറുടെ വിവാദമായ ഇന്റർവ്യൂവിന് ശേഷം മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച RLV രാമകൃഷ്ണൻ. ശ്രീ സുരേഷ് ഗോപി RLV രാമകൃഷ്ണനെ തന്റെ ക്ഷേത്രത്തിലെ പരിപാടിക്കായി ക്ഷണിച്ചപ്പോൾ RLV രാമകൃഷ്ണൻ പരിപാടിക്ക് എത്താം എന്ന് സമ്മതിക്കുകയും എന്നാൽ തുടർന്ന് രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം അതിന് സാധിക്കില്ല, സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഇതേ സംഭവത്തെക്കുറിച്ച് പിന്നീട് വളരെ രസകരമായ ചില വിമർശനങ്ങളും ചില പ്രസ്താവനകളുമായി രാമകൃഷ്ണൻ എത്തുകയും ചെയ്തു. ഇന്ന് RR ടോക്സ് കൈകാര്യം ചെയ്യുന്ന വിഷയം RLV രാമകൃഷ്ണന്റെ ഇരട്ടത്താപ്പും കുൽസിത ബുദ്ധിയും അതുപോലെ തന്നെ സത്യഭാമ ടീച്ചറുടെ ഇന്റർവ്യൂവിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോയ ചില കാര്യങ്ങളുമാണ് RR ടോക്സ് കൈകാര്യം ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്ക് ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ, സത്യഭാമ ടീച്ചർ നടത്തിയ കറുപ്പനെ കുറിച്ചുള്ള പരാമർശങ്ങളും പെറ്റ തള്ള പോലും സഹിക്കില്ല തുടങ്ങിയ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഒരു കാരണവശാലും RR ടോക്സ് അംഗീകരിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ സുരേഷ് ഗോപി RLV രാമകൃഷ്ണനെ ആദ്യം വിളിച്ച് പെർഫോമൻസിന് ഒരു അവസരം നൽകാം എന്ന് പറഞ്ഞപ്പോഴുള്ള RLV രാമകൃഷ്ണന്റെ പ്രതികരണമാണ്. മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് നടത്തിയ ഈ പ്രതികരണം നിങ്ങൾ പലരും കണ്ടു കാണും. എങ്കിലും ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഒറ്റയ്ക്ക് വന്ന് റെക്കോർഡിംഗ് ഇട്ട് എന്റെ ദേവിയുടെ മുമ്പിൽ വന്ന് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും. ഓക്കെ സാറേ, പരിപാടി ഇത് എത്രയാവുമെന്ന് എന്റെ അടുത്ത് പറ. അത് പറയാം സാറേ. ഇത് എന്നാ ഡേറ്റ് സാറേ? 28 ഈ മാസം. ഓക്കെ സാറേ, ഓക്കെ ഓക്കെ. നക്ഷത്രം. ശരി ശരി ശരി. കേട്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. കൊല്ലത്ത് ഭരണിക്കാവ് ക്ഷേത്രത്തിലാണ്. ശരി ശരി. കൊല്ലം ഭരണിക്കാവ് എന്ന് പറഞ്ഞാൽ ടൗണിലുള്ളതാണ്. അറിയാം അറിയാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ RLV രാമകൃഷ്ണന്റെ പെട്ടെന്നുള്ളൊരു നിലപാട് മാറ്റമാണ്. ആദ്യം സുരേഷ് ഗോപിയോട് വരാം, അവസരമല്ലേ എല്ലാം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ പറഞ്ഞ RLV രാമകൃഷ്ണൻ പെട്ടെന്ന് തന്റെ നിലപാട് മാറ്റി പറയുന്നത് കേട്ടു നോക്കാം. ഞാൻ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഇന്ന് രാവിലെ അദ്ദേഹം വിളിച്ചിരുന്നു. എനിക്കിപ്പോൾ ഒരു നൃത്തപരിപാടി തരാമെന്നാണ് പറയുന്നത്. അപ്പം അത് പറയുമ്പം ചേട്ടൻ മരിച്ച ഒരു 8 വർഷത്തിന് ശേഷം ആദ്യമായിട്ടൊരു സിനിമാ നടൻ വിളിക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. ഇത് ചേട്ടൻ്റെ സുഹൃത്തുന്നുള്ള രീതിയിലുള്ള സന്തോഷമാണ്. എന്തായാലും നൃത്തപരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, എനിക്ക് നൃത്തപരിപാടി വേറെ പല സ്ഥലത്തും കിട്ടും, എന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ, എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരു അവസരം തരുമെന്നാണ് എനിക്ക് അയാൾ ചോദിക്കാനുള്ളത് അദ്ദേഹത്തിനോട്. ഡോക്ടർ ഹരിദാസ് പ്രണവ് തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് ഹരികുമാർ ഭട്ടതിരി കല്ലൂർ മഠം എന്ന വ്യക്തി നൽകിയ മറുപടി RLV രാമകൃഷ്ണന്റെ ഇരട്ടത്താപ്പിനും കുൽസിത ബുദ്ധിക്കുമുള്ള ഒരു വ്യക്തമായ മറുപടിയും വിമർശനവുമാണ് എന്ന് തോന്നുന്നു. ആ മറുപടി ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ RR ടോക്സ് അതിന്റെ പൂർണ്ണ രൂപത്തിൽ എന്റെ പ്രേക്ഷകരുമായി എന്ന് പങ്കുവെക്കുകയാണ്. ഇതാണ് ശ്രീ ഹരികുമാർ ഭട്ടതിരി കല്ലൂർ മഠം എന്ന വ്യക്തി പറയുന്നത്. മാഷേ, താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യതകളെയും ഡെഡിക്കേഷനെയും പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിച്ച് പഠിച്ചു മുന്നേറിയതിനെയും ബഹുമാനിക്കുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ താങ്കളുടെ ക്ലാസുകൾ വളരെ നല്ലത് എന്ന താങ്കളുടെ ശിഷ്യരുടെ സാക്ഷ്യപ്പെടുത്തലുകളെയും മാനിക്കുന്നു. അതുകൊണ്ട് ഇന്നലെ വരെ നിങ്ങളുടെ കൂടെ നിന്നത്. നിങ്ങളുടെ ചേട്ടൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കവേ മരണപ്പെട്ടതുകൊണ്ട് ആശ്രിത നിയമനം പോലെ സിനിമയിൽ നിങ്ങളെ എടുക്കാൻ യോഗ്യതയില്ലാത്തവരെ തിരികെ കയറ്റുന്ന പിൻവാതിൽ നിയമനത്തിന് മുതലാളിയല്ല സുരേഷ് ഗോപി. നിങ്ങൾ ഏത് മേഖലയിൽ അപമാനിക്കപ്പെട്ടോ ആ മേഖലയിൽ ഒരു അവസരം തരാം എന്ന് സുരേഷ് ഗോപി സാർ പറഞ്ഞത് അങ്ങേര് വിളിച്ചാൽ വേറെ കലാകാരന്മാർ വരാത്തത് കൊണ്ടല്ല, ഞാനടക്കം ഫേസ്ബുക്കിൽ ഇരുന്ന് തള്ളുന്നതല്ല യഥാർത്ഥ ചേർത്ത് പിടിക്കൽ എന്നത് അദ്ദേഹത്തിന് അറിയാം എന്നുള്ളത് കൊണ്ടാണ്. നർത്തകന് നൃത്തപരിപാടി അല്ലാതെ വില്ലടിച്ചാനും പാട്ട് തരാൻ പറ്റുമോ? നിങ്ങളുടെ ചേട്ടൻ ഒരു സിനിമാ നടനായിരുന്നു, മലയാളത്തിൽ മാത്രമല്ല പല ഭാഷകളിലും. എന്തേ അദ്ദേഹം നിങ്ങൾക്കൊരു ചാൻസ് തന്നില്ല? എന്തേ അദ്ദേഹം നിങ്ങളെ റെക്കമെൻഡ് ചെയ്തില്ല? നിങ്ങൾക്ക് നൃത്തത്തിൽ വലിയ ഡെഡിക്കേഷൻ എന്നല്ലേ പറയുന്നത്? അങ്ങനെയെങ്കിൽ അതിൽ മുന്നേറുവാൻ ശ്രമിക്കൂ. എന്താ അതിനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കില്ലേ? സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ ഒരു നടൻ മരണപ്പെട്ടാൽ ആ കുടുംബത്തിലെ ബാക്കിയുള്ളവരെ സിനിമാ ലോകം ഏറ്റെടുക്കണോ? നിങ്ങൾക്ക് ഒരവസരം തരാൻ ഒത്തിരി പേരുണ്ട് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അതിന് കാശൊന്നും കിട്ടുകയില്ലേ? അത് വെച്ച് നിങ്ങൾക്ക് ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തിക്കൂടെ? ഈ കാണിക്കുന്ന അതിസാമർത്ഥ്യം താങ്കളുടെ സകല വിലയും മതിപ്പും ജനങ്ങൾക്കിടയിൽ ഇല്ലാതെയാക്കും. ഓവറാക്കി ചളമാക്കരുത്. ഇനി 100 സത്യഭാമമാർ നിങ്ങളെ എടുത്ത് അലക്കിയാലും ഒരാളും മൈൻഡ് ചെയ്യില്ല. സത്യഭാമ തന്റെ ഇന്റർവ്യൂവിൽ ശക്തമായ ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഭാഷയുടെ സാംസ്കാരികമില്ലായ്മയും അവരുടെ അവതരണ രീതിയും വ്യക്തിപരമായ അറ്റാക്കുകളും കൊണ്ട് ശരിയായ ചോദ്യങ്ങളിൽ നിന്നും മാധ്യമ ശ്രദ്ധ മാറി എന്നതാണ് ഒരു സത്യം. സത്യഭാമ ടീച്ചർ പറഞ്ഞത് മോഹിനിയാട്ടം സ്ത്രീകൾ മാത്രം കളിക്കേണ്ടതാണ്, പുരുഷന്മാർ കളിച്ചാൽ അത് ആസ്വാദ്യകരമല്ല എന്ന് തന്നെയാണ്. RLV രാമകൃഷ്ണൻ തന്നെ പറയുന്നു, കലാമണ്ഡലത്തിൽ ഇന്നുവരെ അങ്ങനെ ഒരു അവസരം പുരുഷന്മാർക്ക് ലഭിച്ചിട്ടില്ല എന്ന്. അപ്പോൾ സത്യഭാമ ടീച്ചർ പറയുന്നതിനെ ന്യായീകരിക്കുകയല്ലേ അത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എന്താ പറയുക, നർത്തകൻ അല്ലെങ്കിൽ ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നഭൂമിയാണ് കലാമണ്ഡലം, അവിടുത്തെ കൂത്തമ്പലവും. ഒരുപാട് വേദികളിൽ കേരളത്തിനകത്തും പുറത്തൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് വേദികളുണ്ട്. ആ വേദികളിൽ ഒന്നായിരുന്നു കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിന്റെ വേദി. അവിടെ മോഹിനിയാട്ടം ഒരു പുരുഷ വേഷത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് എക്കാലത്തെ ആഗ്രഹമായിരുന്നു.
ഇപ്പം ഞാൻ കലാമണ്ഡലത്തിലെ നിള ഫെസ്റ്റിവല് സ്വപ്നം കാണുന്ന ഒരാളായിരുന്നു. അത് എന്നേക്കാളും അല്ലെങ്കിൽ എൻ്റെ ശിഷ്യരടക്കമുള്ള പെൺകുട്ടികൾ അവിടെ മോഹിനിയാട്ടം അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഒരു കാണിയായിട്ട് അതിനിടയിൽ പോയിരിക്കാറ് പതിവുണ്ട്. കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ പുരുഷ വേഷത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുക എന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. എൻ്റെ ശിഷ്യകളായ പെൺകുട്ടികൾ അവിടെ അവതരിപ്പിക്കുന്നത് കാണിയായി ഇരുന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് കണ്ടിട്ടുള്ളതെന്ന് തന്നെ രാമകൃഷ്ണൻ പറയുന്നു. അതായത് കലാമണ്ഡലത്തിൽ പുരുഷ വേഷത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുവാൻ ആരെയും അനുവദിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സത്യഭാമ ടീച്ചർ ആ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അവതരണ രീതി, അവിടെയാണ് പ്രശ്നങ്ങൾ. എന്തുകൊണ്ട് ആദ്യം സുരേഷ് ഗോപി വിളിച്ചപ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞു ഞാൻ വരാം, പരിപാടി അവതരിപ്പിക്കാം, ഒരു കലാകാരൻ എന്ന നിലയിൽ അതെനിക്കുള്ള അവസരമാണ്, അംഗീകാരമാണ് എന്ന്. എന്നാൽ പിന്നീട് എന്തുകൊണ്ട് അദ്ദേഹം തന്റെ നിലപാട് മാറ്റി? അതിന്റെ കാരണം ഇനി വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ കലാമണ്ഡലത്തിലെ അവിടുത്തെ SFIയുടെ കുട്ടികളാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ഇന്നലെ അവർ എന്നെ വിളിച്ചിരുന്നു. SFI കുട്ടികൾ വിളിച്ചിട്ടാണ് ഇത്തരത്തിലൊരു അവസരം ലഭിച്ചത് എന്ന് രാമകൃഷ്ണൻ പറയുന്നു. കലാമണ്ഡലത്തിന്റെ അധികാരികളും കലാമണ്ഡലത്തിലെ സ്റ്റുഡൻസ് യൂണിയനുമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്പം കൂടി നന്നായിരുന്നു. എന്തായാലും സുരേഷ് ഗോപിയോട് ആദ്യം സമ്മതിക്കുകയും പിന്നീട് നിലപാട് മാറ്റം ചെയ്യുകയും ചെയ്തതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ. ഇവിടെ RR ടോക്സ് ഉന്നയിക്കുന്ന ഒരു വിഷയം രാമകൃഷ്ണൻ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഏത് പാർട്ടിയെ തള്ളി പറയണം എന്നതല്ല. അത് രാമകൃഷ്ണന്റെ മാത്രം വ്യക്തിപരമായ അവകാശമാണ്, രാമകൃഷ്ണന്റെ മാത്രം കാര്യമാണ്. പക്ഷേ കലയിൽ നിറമില്ല, ജാതിയില്ല, വർണ്ണമില്ല, വിവേചനമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ കലാകാരന് രാഷ്ട്രീയമാകാം. എന്നാൽ ഒരു കല പെർഫോം ചെയ്യാൻ ഒരാൾ വിളിച്ചാൽ രാഷ്ട്രീയം നോക്കി അതിനെ അനുവദിക്കുകയും അനുവദിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ആദ്യം സമ്മതിക്കുകയും പിന്നീട് സമ്മതം പിൻവലിക്കുകയും ചെയ്യുന്നത് നല്ലതല്ല. അതും മാന്യതയല്ല, അതും വ്യക്തിത്വമല്ല എന്ന് പറയുവാൻ RR ടോക്സ് ആഗ്രഹിക്കുന്നു. കോലാഹലത്തിനിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ മറ്റൊരു പോയിന്റ് ഉണ്ട്. സത്യഭാമ ടീച്ചർ പറഞ്ഞു സൗന്ദര്യത്തിന് മാർഗമുണ്ട് എന്ന്. അപ്പോൾ പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് സൗന്ദര്യം എന്താണ്, കറുപ്പാണോ വെളുപ്പാണോ എന്ന്. അതിനൊന്നും വ്യക്തമായ മറുപടി ടീച്ചർ പറയുന്നില്ല. എന്നാൽ സൗന്ദര്യത്തിന് മാർക്കുണ്ടോ, നൃത്തപരിപാടികളിൽ സൗന്ദര്യത്തിന് മാർക്കുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു സാങ്കേതിക വിദഗ്ധരും ഒരു കലാകാരന്മാരും ഒരു കലാകാരികളും ഒരു നൃത്ത അധ്യാപകരും ഇന്നുവരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നത് സംശയം ഉളവാക്കുന്നു. അങ്ങനെ സൗന്ദര്യത്തിന് മാർക്കുണ്ടെങ്കിൽ എന്താണ് അതിന്റെ മാനദണ്ഡം? കറുപ്പാണോ, വെളുപ്പാണോ, അതേ മുഖ സൗന്ദര്യമാണോ, ശരീരഘടനയാണോ? ഇതൊക്കെ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ സത്യഭാമ ടീച്ചർ പറഞ്ഞ പല കാര്യങ്ങളിലും സത്യവും കാര്യവും ഉണ്ട്. എന്നാൽ RR ടോക്സ് നേരത്തെ പറഞ്ഞതുപോലെ സഭ്യമല്ലാത്ത, സാംസ്കാരികമല്ലാത്ത ഒരു പ്രസന്റേഷൻ ആയി പോയതുകൊണ്ട് കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് അവർ പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വീണ്ടും ആവർത്തിക്കുന്നു, ഒരാളുടെ നിറത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ വർണ്ണത്തെക്കുറിച്ചോ ഉള്ള അപമാനകരമായ പ്രസ്താവനകൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല, അത് ഏത് സത്യഭാമയായാലും. നന്ദി, നമസ്കാരം.